ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരം വെനിസ്വേലയ്ക്കുണ്ടെന്ന് പറയുമ്പോൾ പലരും അത്ഭുതപ്പെട്ടേക്കാം. തെക്കേ അമേരിക്കൻ വൻകരയുടെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് വെനിസ്വേല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ ഏഞ്ചൽ വെള്ളച്ചാട്ടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒറിനോക്കോ നദി വെനിസ്വേലയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ്. തലസ്ഥാനമായ കാരക്കാസാണ് ഏറ്റവും വലിയ നഗരം. ഏകദേശം 300 ബില്യൺ ബാരലിലധികം എണ്ണ കരുതൽ ശേഖരം വെനിസ്വേലയ്ക്കുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് സൗദി അറേബ്യയേക്കാൾ കൂടുതലാണ്. എന്നാൽ ഇത്രയധികം പ്രകൃതി വിഭവങ്ങളുണ്ടായിട്ടും വെനിസ്വേല ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. എന്താണിതിന് പിന്നിലെ കാരണങ്ങൾ? പ്രധാനമായും ചില നയപരമായ പാളിച്ചകളും രാഷ്ട്രീയപരമായ തീരുമാനങ്ങളുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. എണ്ണ വ്യവസായം ദേശസാൽക്കരിച്ചതിന് ശേഷം അതിന്റെ നടത്തിപ്പിൽ കാര്യക്ഷമതയില്ലായ്മയും അഴിമതിയും വ്യാപകമായി. എണ്ണ ഖനനത്തിനും സംസ്കരണത്തിനും ആവശ്യമായ നിക്ഷേപങ്ങൾ നടത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല. സാങ്കേതിക വിദ്യയുടെയും വിദഗ്ധരായ തൊഴിലാളികളുടെയും അഭാവം ഉൽപ്പാദനം കുറയാൻ കാരണമായി. കൂടാതെ വെനിസ്വേലയുടെ സമ്പദ്വ്യവസ്ഥ എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള ഒന്നായി മാറി. എണ്ണ വിലയിലുണ്ടായ ആഗോള ഇടിവ് രാജ്യത്തിന്റെ വരുമാനത്തെ കുത്തനെ ബാധിച്ചു. മറ്റു വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകാതിരുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കി. ജനപ്രിയ പദ്ധതികൾക്കായി എണ്ണ വരുമാനം വലിയ തോതിൽ ചെലവഴിച്ചതും അമിതമായ നോട്ട് അച്ചടിയും വലിയ പണപ്പെരുപ്പിലേക്ക് നയിച്ചു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, രാഷ്ട്രീയപരമായ അസ്ഥിരത, ഭരണത്തിലെ പിടിപ്പുകേടുകൾ എന്നിവയെല്ലാം ചേർന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യം കടുത്ത ദാരിദ്ര്യത്തിലേക്കും പ്രതിസന്ധിയിലേക്കും കൂപ്പുകുത്തി.